ഒമാൻ തീരത്ത് കുടുങ്ങിയ കപ്പലിൽ ഇന്ത്യൻ നാവികർക്ക് ദാരുണാന്ത്യം. MT സെലസ്റ്റിയൽ എന്ന കപ്പലിലെ സെക്കൻഡ് ഓഫീസറും തമിഴ്നാട് സ്വദേശിയുമായ നിഷാന്ത് ഉയർത്തനാഥനാണ് മരിച്ചത്. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ ലഭിക്കാതെയായിരുന്നു മരണം. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, ഇത് ദൗർഭാഗ്യകരമാണ്. ഈ ചികിത്സ ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഏത് സാഹചര്യത്തിലാണ്? അത്തരം വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പ്രജിനസ്തിത ജൂൺ 11 ഈ നാവികന്റെ മരണം സംഭവിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നാണ് ഒമാൻ തീരത്ത് ഈ കപ്പൽ കുടുങ്ങുകയും ജൂൺ 11 അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തു. ചികിത്സ ലഭിച്ചില്ല എന്നതാണ് കപ്പലിലുള്ള മറ്റ് ജീവനക്കാരടക്കം വ്യക്തമാക്കുന്നത്. ജൂൺ 11 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി മൃതദേഹം ഈ കപ്പലിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. കപ്പൽ നാട്ടിലേക്ക് മടക്കിയെത്തിക്കാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നൊരു വിമർശനം കൂടി ഇപ്പോൾ വിവിധ കോണിൽ നിന്ന് ഉയർന്നു വരികയാണ്. ഫോർവേഡ് സീമെൻ യൂണിയൻ ഓഫ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് എക്സ്പോക്സ് ടെലിഗ്രാം പങ്കുവച്ചിട്ടുണ്ട്. കൃത്യമായ ഇടപെടൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നതാണ് നാവികരടക്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ ഒമാനിലെ ഇന്ത്യൻ എംബസി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ നാവികന്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തുകയാണെന്നും അതുപോലെ തന്നെ കപ്പലിലെ ജീവനക്കാരുമായി കൃത്യമായി ആശയവിനിമയം നടത്തി വരുന്നു എന്നതാണ് ഒമാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. MT സെലസ്റ്റിയൽ എന്ന കപ്പലിലെ സെക്കൻഡ് ഓഫീസറും അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശിയുമായ നിശാന്ത് ഉയർത്തുന്നതാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. കാരണം ഇനിയും നിരവധി ഇന്ത്യക്കാരാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ഈ തീരങ്ങളിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ആക്രമണത്തിൽ നിരവധി ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരിക്കുകയും 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചികിത്സ ലഭിക്കാതെയുള്ള നാവികന്റെ മരണവാർത്ത പുറത്തുവരുന്നത്. എന്തായാലും ഒമാൻ എംബസി ഇപ്പോൾ ഇടപെടൽ ആരംഭിച്ചുവെന്നാണ് മനസ്സിലാകുന്നത്. പ്രജിനസിതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.